നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകരുത് എന്നുള്ള കൃത്യമായ അജണ്ട ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് RSS തന്നെയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ അധികാരം കൃത്യമായി കൊടുത്താൽ ആ മനുഷ്യൻ ലോകത്ത് എല്ലാ രീതിയിലും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറും. അത് RSSനേക്കാൾ മേലെയായാൽ തീർച്ചയായും RSS പറയുന്നത് കേൾക്കില്ല. നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായി എല്ലാ നേട്ടങ്ങളും നെയ്തതിൻ്റെ അടിത്തറ RSS ശാഖകൾ തന്നെയാണ്. RSSൻ്റെ കാര്യവാഹക്കായും അതുപോലെ തന്നെ അതിലെ പ്രധാനിയായും ഒക്കെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ സുവർണ അവസരമായി ലഭിച്ചത്. എന്നാൽ നരേന്ദ്രമോദി 2 തവണ പ്രധാനമന്ത്രി ആയ വ്യക്തിയാണ്. മൂന്നാമതും ആ അധികാരം കൈകളിലേക്ക് കൊടുത്താൽ തീർച്ചയായും RSSൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സംഹിതകളെയൊക്കെ ഒരുപക്ഷെ മാറ്റുന്ന രീതിയിൽ, അതിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും RSS നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു നീക്കം നിശബ്ദമായി തന്നെ നടത്തുന്നത്. ഇത് കോൺഗ്രസ്സിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞത് നരേന്ദ്രമോദിയെ പ്രതിരോധിക്കാൻ RSS ഒരു ഘട്ടത്തിലും ശ്രമിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗം അത് പല രീതിയിലും ചിത്രീകരിക്കപ്പെട്ടപ്പോഴും RSS ഒരു ചെറു വിരൽ പോലും അനക്കാത്തത് അതുകൊണ്ടാണ്. അതായത് എല്ലാ കാര്യത്തിനും മോദിയെ അനുകൂലിക്കേണ്ട കാര്യമില്ല എന്നൊരു രീതി RSSൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് എടുത്തിരിക്കുന്നു. ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. നാഗ്പൂരിൽ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇനി നരേന്ദ്രമോദിയുടെ ഊഴമല്ല, ഇനി മറ്റൊരാൾ വരട്ടെ എന്ന രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് BJPക്കും RSSനും ഇടയിലുള്ള ഭിന്നത അതിരൂക്ഷമായി കൊണ്ടുപോകാൻ കാരണമാകും എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ പ്രശാന്ത് കിഷോറിന് കൃത്യമായി തന്നെ അറിയാം എന്ന ഒരു വിശദീകരണം തന്നെയാണ്. അതായത് BJPയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് RSS ആണ്. RSS എന്തെങ്കിലും രീതിയിൽ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയാൽ BJPക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. BJPയുടെ വോട്ട് ഷെയറിലെ 90% RSSൻ്റെ വോട്ട് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. എന്തൊക്കെ വികസനവും എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും മതത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് കൃത്യമായും അതിൻ്റെ ഒരു ബേസ് റൂട്ട് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിൻ്റെ തിരിച്ചടി കൃത്യമായും ഫലിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലായിരിക്കും. മറ്റേത് സ്ഥലത്തെയും പോലെയല്ല, ഉത്തർപ്രദേശിലും പിന്നെ RSSൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സംഹിതകൾ ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മഹാരാഷ്ട്രയിലും, ഉത്തർപ്രദേശിൻ്റെ എഫക്റ്റ് ബീഹാറിലും ആഞ്ഞടിക്കും, മഹാരാഷ്ട്രയിലും ആഞ്ഞടിക്കും. ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ തീർച്ചയായും BJPക്ക് നഷ്ടങ്ങളുണ്ടാവും. അത് നരേന്ദ്രമോദിക്ക് ഒരു താക്കീതായി തന്നെ കൊടുക്കുന്ന രീതിയിലേക്കാണ് RSSൻ്റെ രാഷ്ട്രീയ നീക്കം എന്ന് വ്യക്തമാകുന്നുണ്ട്.